കുറേ നാളായിട്ട് ഇന്ന് പോവാ, നാളെ പോവാന്നും പറഞ്ഞ് ഒരു സ്ഥലത്തും കുറേ പേരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണായിരുന്നിട്ടാ. അപ്പൊ ഇന്ന് കാത്തിരുന്ന് ഞങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോണേട്ടാ. ഞാൻ ഈയിടെയായിട്ട് യൂസ് ചെയ്യണ സ്കിൻ കെയർ തിങ്സ് ഒന്നും എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. എന്താ അറിയോ, സൺസ്ക്രീൻ ഒരു ടിൻറ്റഡ് ഫിനിഷിങ് ആയതുകൊണ്ട് ഫേസ് എടുത്ത് നിൽക്കും ഇങ്ങനെ. അപ്പൊ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ബെഡ് നോക്കണ്ട കേട്ടോ കേസ്, എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഓരോന്ന് വലിച്ചു വാരി ഇട്ടിട്ടായിരിക്കും റെഡി ആവണത്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും. ചില ദിവസമൊക്കെ നീറ്റാക്കി ഇട്ടിട്ട് പോകട്ടാ, അപ്പൊ കുഴപ്പമില്ല. എൻ്റെ മുൻ ജിംഖാന കണ്ട എഫക്റ്റാണ്, അതൊന്നും ആരും നോക്കണ്ട, അങ്ങനെ ഇരിക്കും ഇരിക്കണത്. ആച്ചുക്കൾ ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സില്ലേ, അതിന്റെ ബോട്ടം ഞാൻ ആച്ചുവിന്റെ ഏജ് ആയിരുന്ന സമയത്ത് എൻ്റെ കസിന്റെ കല്യാണത്തിന് ഉമ്മ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് അത്. അതൊക്കെ സൂക്ഷിച്ചു വെച്ചോണ്ട് ഇപ്പൊ എൻ്റെ മോൾക്ക് ഉപയോഗിക്കാനായി. ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എൻ്റെ മോന് അടുത്തുള്ള കുട്ടി ഉണ്ടാക്കി കൊടുത്താണ് ഓലമടലിന്റെ ബാറ്റ്, അതും കൊണ്ടാണ് കളിക്കണത് രണ്ടും. പിന്നെ ഇറങ്ങണ സമയപ്പോഴത്തേക്കും എനിക്ക് ചൂടെടുക്കണ, ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിലൊരു അസ്വസ്ഥതായിരുന്നു റെഡി ആയി കഴിഞ്ഞപ്പോൾ. എനിക്ക് ഞാൻ യൂസ് ചെയ്യണ പ്രൊഡക്റ്റ്, ഡ്രസ്സ് ഇതൊന്നും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഉണ്ടല്ല, എൻ്റെ മുഖത്ത് സത്യമായിട്ട് അറിയാണ്ട് പറ്റും. ഞാൻ ഇറങ്ങണ സമയത്ത് ചൂടായപ്പോൾ മുടിയൊക്കെ പൊക്കി കെട്ടി വെച്ച് അവിടെ എത്തിയിട്ട് എങ്ങാനും നിനക്ക് കെട്ടാമെന്ന് ഓർത്തിട്ട്. പിന്നെ ഞാനോ മക്കളോ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി കയറി പോയിക്കോളണം. ശരിക്കും അറിയും അവളൊക്കെ അതെല്ലാവരും നിന്നോളണം. അവള് റെഡിയായ അപ്പോൾ ഓടി വണ്ടി കയറണമെന്ന് പറയും. എന്താ അറിയില്ല കേട്ടോ ഗൈസ്, എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പ്രിൻസി. ഞങ്ങൾ വീട്ടിൽ പാർക്കിംഗ് ഏരിയ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ശരിക്കൊക്കെ യൂസ്ഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഭയങ്കര പാടാണ് കാറിൽ കയറാൻ വേണ്ടിയിട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി. അപ്പോൾ ഫേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ശരിക്കാ പറയണ എല്ലാം തുടച്ച് കളാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരിക്കുക, എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടി പോകുന്നിരിക്കാന്ന് പറയണായിരുന്നു. അപ്പം ഞാൻ ഈയിടെയായിട്ട് ആർട്ടിക്കിൾ കണ്ണെഴുതണ കണ്ടിട്ട് എനിക്കും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇങ്ങനെ വാലിട്ടൊക്കെ എഴുതൂലേ, അങ്ങനെ എഴുതിയത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട്, കൊള്ളാവോ കൊള്ളൂലേ എന്നൊക്കെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു കുഞ്ഞി പോക്കറ്റ് റോഡ് ഉണ്ട്, ഇത് ഇറങ്ങിയാലാണ്ട് നമുക്ക് റോഡിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ വഴി കണ്ടാൽ ചിലവർക്കൊക്കെ മനസ്സിലാവും. നിങ്ങൾ കഴിഞ്ഞ ദിവസം വിഷുവായിട്ടൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി. അപ്പൊ അവിടെ നിന്ന് പറിച്ച കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെയാണ്, ഉണങ്ങി കരിഞ്ഞു പോയി. ശരിക്കാണെങ്കിൽ വണ്ടിയിൽ ഫ്ലവേഴ്സ് ഒന്നും കയറ്റാൻ ഇഷ്ടമല്ല, അത് കരിഞ്ഞും കൂടി പോയി വരയ്ക്കാൻ പോയിരിക്കുന്നുണ്ട്. നമ്മൾ പോണ സ്ഥലത്ത് ആദ്യമായിട്ട് പോണേല്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഫ്രൂട്ട്സും ചോക്ലേറ്റ്സ് ഒക്കെയാണ് മിക്കപ്പോഴും നമ്മൾ കൊണ്ടുപോവുക. ഇത് അവര് കൊച്ചിയിൽ വന്ന് താമസിച്ചിട്ട് ആദ്യമായിട്ട് പോണോണ്ട് സംതിങ് എന്തെങ്കിലും വാങ്ങിക്കുക. അപ്പൊ എനിക്കിഷ്ടമുള്ള സാധനങ്ങളായിരിക്കും ട്ടോ ഞാൻ മിക്കപ്പോഴും ആരെ വീട്ടിൽ പോയാലും എവിടെ പോയാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോണതും കൊടുക്കണൊക്കെ. അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്ക് ഈ ഒരു 3 നോൺ സ്റ്റിക്കിന്റെ നമ്മൾ ബിരിയാണി പോട്ട് സെറ്റ് ഇഷ്ടപ്പെട്ട്. ഞാനൊന്നാമത് 24 മണിക്കൂറും ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കണോണ്ടായിരിക്കും ആച്ചക്കളി ഈ മോപ്പൊക്കെ എടുത്തൊക്കെ നോക്കുന്നുണ്ട്. എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ട പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അതിന്റെ നല്ല വശവും ചീത്ത വശവും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ധരിക്കാൻ പറഞ്ഞ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ അതെടുത്തോന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ മൈൻഡിൽ എന്താ അറിയോ, എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ബിരിയാണി പോട്ട് ഉണ്ട്. അപ്പോ ഇണ്ടാവോ, നേരത്തെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവോ അല്ലെങ്കിൽ അവള് വാങ്ങിച്ചിട്ടുണ്ടാവോ എന്നൊക്കെയായിരുന്നു. പിന്നെ എൻ്റെ മൈൻഡൊക്കെ മാറി. പിന്നെ അവിടെ പോകുമ്പോ മസ്റ്റായിട്ട് വാങ്ങിച്ചോണ്ട് പോണോന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമുണ്ട്. കാരണം നമ്മള് വീട്ടില് മിക്കപ്പോഴും വരുമ്പോ ഫുഡൊക്കെ കൊടുക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ ചോദിക്കും ഏറ്റവും ഇഷ്ടം എന്താന്ന് ചോദിക്കുമ്പോ എന്നോട് ഫസ്റ്റ് എന്ന് പറയും എനിക്ക് കേടാ ഇഷ്ടം. എനിക്ക് എല്ലാ ഫുഡിനും കേടാ ഇഷ്ടം എന്ന് പറയും. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായി, ഇനി എന്തൊക്കെ വാങ്ങിച്ചാലും എക്സ്ട്രാ ഒരു കേർഡും കൂടി വാങ്ങിക്കണമെന്ന്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ വാങ്ങിച്ചു വെച്ച്, എന്നിട്ട് ഇനി ബാക്കി കാര്യമൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇവിടെ കയറിയപ്പോൾ തന്നെ ഒരു സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി, ഒരു ഗ്ലാസ് ബൗളിന്. ഞാനത് എടുക്കലല്ല, ആ പാക്കറ്റൊക്കെ വിട്ടിരിക്കണായിരുന്നു, പേടിച്ചു പോയി. ഞാൻ ഓർത്ത് ഇനി അതൊക്കെ കൂടി പൊട്ടി എൻ്റെ തലയിലാവോന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഫൈനലി കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ എടുത്ത്, അതായത് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റാഹത്തായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് എടപ്പള്ളി ലുലുവിലേക്ക് പോണ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, ഒരു അരമണിക്കൂറോളം എടുക്കും. ഇത് ഞങ്ങളുടെ അവിടുത്തെ കുണ്ടന്നൂർ മേൽപ്പാലം എന്നൊക്കെ പറയണത്.
പക്ഷെ എനിക്കിഷ്ടമാണ് ട്ടോ. ഇവിടെ എത്തുമ്പോൾ ഒരു ബാംഗ്ലൂർ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കണ എന്താ അറിയോ? ഈവനിംഗ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഈവനിംഗ് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലാന്ന്. മിക്ക സ്ഥലത്തും കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റാറില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു തരി പോലും അടുത്ത് കൂടി പോവാത്തൊരു സംഭവമാണ് പങ്ക്ച്വാലിറ്റി എന്ന്. നമ്മൾ നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ഇനിയും കാണിക്കേണ്ട 17 മിനിറ്റും കൂടി എടുക്കും. ഇവിടെ അച്ഛനും അനിയമ്മോനും എങ്ങനെയാണെന്നറിയോ? നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത് കാറിൽ കയറുമ്പോൾ തന്നെ സ്ഥലം എത്തിക്കൊള്ളണം. അവർക്ക് ഒട്ടും ക്ഷമയില്ല. അതുങ്ങളെ തിരക്കും ധൃതിയും പോലെ തന്നെ ഫുള്ള് ബ്ലോക്കായിരുന്നു. കുറച്ച് നേരം വണ്ടി മൂവ് ചെയ്യും, പിന്നെയും സ്റ്റക്കാവും, പിന്നെയും മൂവ് ചെയ്യും, സ്റ്റക്കാവും. അങ്ങനെ ഒരു കണക്കിന് ഓടിച്ച് പിടിച്ച് നമ്മൾ സ്ഥലത്തെത്തി. അപ്പൊ ഇയാളെ കണ്ടിട്ട് വല്ല പരിചയമുണ്ടോ? നമ്മള് ഇവരെ വീട്ടിലേക്കാണ് ട്ടോ വന്നിക്കണെ. അപ്പൊ മാളൂസിന്റെ വീട്ടിലാണ് നമ്മള് വന്നേക്കണത്. അപ്പോ ഒരു ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായി. ഇവിടെന്ന് പിന്നെ ഷോർട്ട് വഴിയൊക്കെയാണ്. അപ്പോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫ്രണ്ടില് മുബി പോയി. മുബിന്റെ ബാക്കില് നമ്മളിങ്ങനെ മുബിനെ നോക്കി നോക്കിക്കൊണ്ട് ഇങ്ങനെ പോണേരുന്നു. അപ്പൊ സത്യം പറഞ്ഞാ മുബി വന്നില്ലായിരുന്നെങ്കി ഈ രാത്രിയായി. നമ്മള് വൈകിട്ട് ഇറങ്ങിയെങ്കിലും ഇവിടെ എത്തിയപ്പോ 6:45, 7 മണിയൊക്കെ. ഞാൻ പറഞ്ഞില്ലേ നല്ല ബ്ലോക്ക് ഇണ്ടായി. അല്ലെങ്കിൽ ഞങ്ങള് കുറച്ചുകൂടി വെട്ടമുള്ള സമയത്ത് തന്നെ ഇവിടെ എത്തിയേനായിരുന്നു. അങ്ങനെ ഫൈനലി വീടെത്തി. അവിടെ പുറത്തൊന്നും ആളെ കണ്ടില്ല. ഞാനും ഓർത്തു ഇവിടെ വാതുക്കെ നിൽക്കുന്നുണ്ടാവുമെന്ന്. ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റുമല്ലോ. മിക്കപ്പോഴും അവരെ ഡാൻസ് വീഡിയോ, അവരെ ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടായിരിക്കും. അങ്ങനെ നമ്മളെത്തി. എൻ്റെ റബ്ബേ നമ്മളെ കണ്ടപ്പോ ഓടിച്ചാടി പുറത്ത് തന്നെയായിരുന്നു. ഷാനു പറയണായിരുന്നു നിനക്ക് ഇപ്പോഴാണല്ലോ ഇവിടെ വരാൻ സമയം കിട്ടിയാന്ന്. മിക്കപ്പോഴും അവള് വീട്ടിൽ വരും എല്ലാ ദിവസവും പറയും "ടിൻസി, നീ എനിക്കൊന്ന് വന്നൂടെന്ന്." ഞങ്ങള് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇവര് തിരക്കായിരിക്കും. പിന്നെ ഞങ്ങള് ഫ്രീ ആയിട്ട് വിളിക്കും. അങ്ങനെയല്ലാലോ. തെറ്റിപ്പോയി. ഞങ്ങള് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവര് തിരക്കായിരിക്കും. അവര് ഫ്രീ ആയിട്ട് വിളിക്കുമ്പോൾ നമ്മള് തിരക്കായിരിക്കും. അങ്ങനെ നമ്മള് മാളൂസിന്റെ ലോകം കണ്ട ഒരു കുഞ്ഞി ലോകമാണ്. പക്ഷെ കംപ്ലീറ്റ് മാളൂസിന്റെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കണ ട്ടോ. റൂമാണെങ്കിലും ഹാളാണെങ്കിലും എവിടെ നോക്കിയാലും മാളൂന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു വീട് പോലെയാണ് ഫീൽ ചെയ്യണത്. പിന്നെന്ന് പറഞ്ഞാല് അവള് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളാണ് ട്ടോ ഷാനു. എല്ലാം അതായത് കറക്റ്റായിട്ട് ഓരോ സാധനങ്ങൾ എവിടെയാണോ ഇരിക്കണ്ട അതുപോലെ തന്നെയായിട്ടില്ല വെച്ചേക്കണത്. വന്ന് കയറിയപ്പോ നമുക്ക് മാംഗോ ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. ഞങ്ങള് എല്ലാരും കൂടി അവിടേക്ക് ഇരുന്ന് അതൊക്കെ കുടിച്ച്. അപ്പൊ മുബിന്റെ ബ്രദറ് കഴിഞ്ഞ ദിവസം യുകെന്ന് വന്നപ്പോ കുറേ ചോക്ലേറ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞു 2-3 ദിവസമായിട്ട് ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഗസ്റ്റ് ഉണ്ടെന്ന്. എൻ്റെ ഉള്ളില് അവിടെ പോയിട്ട് ചോക്ലേറ്റ് തിന്നാൻ തന്നെയായിരുന്നു. കാരണം ഇമ്പോർട്ടഡ് ചോക്ലേറ്റിന് കുറെ കൂടി വേറൊരു ടേസ്റ്റ് ആണല്ലോ. ഞാൻ അത് മനസ്സിൽ വെച്ചിട്ട് തന്നെ ഇട്ട് പോയാ. അവിടെ ഉണ്ടായ എല്ലാ ചോക്ലേറ്റും ഞാൻ മക്കളെ കൂടി തന്നെ ഇരുന്ന് ഞാനും ടേസ്റ്റ് ചെയ്ത്. ഷാനുവിനാണെങ്കിൽ നമ്മളെ കണ്ടിട്ടാണോ അറിയില്ല, പാവം ഭയങ്കര വെപ്രാളം ഇരുന്നിട്ടാ. അവള് കുറേ നേരം കിച്ചണിലേക്ക് പോവും, പിന്നെ അതെടുത്ത് വെക്കും ഇതെടുത്ത് വെക്കും, ഇങ്ങനെ തന്നെ ഒരു ബഹളമായിരുന്നു. നമുക്ക് വേണ്ടി ബ്രെഡ് പോളയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടാ. നന്നായിട്ട് അവള് ഡെക്കറൊക്കെ ചെയ്തിട്ടാണ് അത് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യണ്ടായത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യണത്. ഞാൻ കോഴിക്കോട് പോയപ്പോഴാന്ന് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം ഒരു കടയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. ഇവളുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നിട്ട് അവള് കിച്ചണിൽ തന്നെയെന്ന്. ഞാൻ പറഞ്ഞു നീ ഒന്ന് പുറത്തേക്ക് വന്നേ, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കുക വർത്താനമൊക്കെ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മസാല ഉള്ളിൽ സ്റ്റഫ് ചെയ്തത് ബീഫിന്റെ മസാല ആയതുകൊണ്ട് ആച്ചുക്കളി ബീഫ് കഴിക്കൂല. അതുകൊണ്ട് ആച്ചുമോള് അത് കഴിച്ചില്ല. ബാക്കി നമ്മളെല്ലാരും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് റൂമിൽ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോ ഞാൻ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തുറന്നു നോക്കണായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു ഇതെന്താ വീട്ടിൽ കൂടിയാലാണോന്നൊക്കെ. നമ്മളിവിടെ അതിന് വീട് വാർക്കല്, ഹൗസ് വാമിങ് അങ്ങനെ പറയണം. ഓരോ നാട്ടിലും ഓരോരോ പേരാണല്ലോ. എവിടെയെങ്കിലും പോയി കുറച്ച് കഴിയുമ്പോ തന്നെ അച്ഛനും അനിയമ്മോനും ബോറടിക്കാൻ തുടങ്ങൂട്ടോ. പോവാന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മാളൂസിനായിട്ട് ഭയങ്കര കളിയായിരുന്നു. അവനും ഇഷ്ടമാണ് ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെച്ച് കളിക്കണ ട്ടോ. അച്ഛൻ്റെ കൂടെയാണല്ലോ അവനും വളർന്നത്. ആദ്യം ഒരു ടൈം വരെയും ഈ ഒരു ലോകത്തായിരുന്നു. ഇപ്പൊ കുറച്ചാളായിട്ടാണ് ടിവിയിലേക്ക് മാറിയത്. പിന്നെ ഇപ്പൊ ടിവി ആ ഒരു ഇതാണ്. പിന്നെ ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് തെരക്കാക്കയും ഉണ്ട് ട്ടോ. തെരക്കാക്ക ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കണോണ്ട് തെരക്കാനെ ഒരു ഫ്രെയിമിലും കാണാൻ പറ്റാത്ത. പിന്നെ ഷാനു ഓടി അടുക്കളയിൽ കേറിയിട്ടുണ്ട്. അവള് നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ട്ടോ. അതും ബീഫ് ബിരിയാണിയാണ്. അവള് പറയണ്ട് ഞാൻ ടെൻഷൻ അടിച്ച് വെച്ചോണ്ടാന്ന് തോന്നുന്നുണ്ടെടി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ പാവം എന്തൊക്കെ സാധനങ്ങളാ നമ്മള് വന്നെന്നും പറഞ്ഞ് ഉണ്ടാക്കിയതൊക്കെ. എന്നിട്ട് ബീഫ് ബിരിയാണി ആയോണ്ട് ആച്ചുക്കളി ബീഫ് തിന്നൂലാന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവള് മുബീനെ വിട്ടിട്ട്
ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിപ്പിച്ച്. അപ്പൊ മക്കളും ഹാപ്പി, നമ്മളും ഹാപ്പി. എനിക്കില്ലേ അച്ചാറിനോട് ഭയങ്കര ക്രേവിങ്സ് ആണ് ട്ടാ. എവിടെ അച്ചാറ് കണ്ടാലും ഞാനത് ടേസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ തീർന്ന് കുപ്പിയില് ഏറ്റവും അവസാനം ഇരിക്ക്ണ്ട്. അപ്പൊ ഞാൻ ഷാനുട്ട പറഞ്ഞു, "അയ്യോടി ഈ അച്ചാറ് നീ തീർത്താന്ന് ചോദിക്കണേർന്ന്." ടേസ്റ്റ് ചെയ്തപ്പോ സംഭവം കൊള്ളാട്ടോ. നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു മാങ്ങച്ചാറായിരുന്നു. അപ്പൊ ഷാനു എന്നോട് പറഞ്ഞു, "നിനക്ക് ഇത്രയും ഇഷ്ടമാണോ അച്ചാറ്?" എന്റെ ഉമ്മ വയനാട്ടിന്ന് ഒരു അച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ടായി. അത് പക്ഷെ തീർന്നെടി. ഇപ്പൊ വേറെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവള് അത് ഞാൻ ആദ്യായിട്ടാ കാണുന്നെ. കളറൊന്നും ഇല്ലാത്ത ഒരു നാരങ്ങച്ചാറ്. യെല്ലോ കളർ തന്നെ. നമ്മള് നാരങ്ങ, മാങ്ങയൊക്കെ ഉപ്പിലിടൂലേ? അതുപോലത്തെ ഒരു അച്ചാറ്. ശരിക്കാകെ എന്റെ പുറകെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേണ്. "അള്ളാ ഷാനു അവൾക്ക് അച്ചാറ് കൊടുക്കല്ലേ. അച്ചാറ് കണ്ടാ അവൾക്ക് ഭ്രാന്താണ്. അവള് വേണമെങ്കിൽ ഒരു കുപ്പി ഒറ്റയടിക്കൊക്കെ ഇരുന്ന് തിന്ന് തീർത്ത് കളയൂന്ന്." ഇപ്പൊ ഫുഡ് കഴിക്കാൻ കുറെ കൂടി ഇൻട്രസ്റ്റ് കൂടിയിട്ടാ. കാരണം അവളുടെ ഉമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന 2 ടൈപ്പ് അച്ചാറ് ആ വീട്ടിലുണ്ട്. ഇതൊക്കെ കൂട്ടി കുഴച്ച് വേണം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ വിളമ്പി. അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന്. അവള് ഫുഡ് വിളമ്പണ സമയത്തും ശരിയായാന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കണേർന്ന്. എനിക്ക് എൻ്റെ അമ്മ സൂപ്പർ മുതലാണ് ഷാനുവിനെ അറിയണം. ആ ടൈം മുതല് എനിക്ക് അവളൊരു അനിയത്തിനെ പോലെയാണ് ട്ടോ. ഇപ്പൊ പണ്ടൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വരുമ്പോ ഭയങ്കര വെപ്രാളമാണ്. അല്ലാഹുവേ എന്ത് കൊടുക്കും? എന്ത് ചെയ്യും? അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ വെപ്രാളപ്പെട്ടാലേ ആയിരിക്കുള്ളൂ. അപ്പൊ എനിക്ക് അതുപോലെ തന്നെ അവളെയും തോന്നുന്നുണ്ടായി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ടേബിളിൽ ഇരുന്നില്ല. താഴെ ഒരുമിച്ചിരിക്കാന്ന് ഓർത്ത്. താഴെ ഇരിക്കുമ്പോ സ്വസ്ഥായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാലോ. അപ്പൊ മക്കള് അവര് ഫ്രൈഡ് റൈസ് കഴിച്ചു. അവര് 3 പേരും. ഞങ്ങള് താഴെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇത് വേറൊരു അച്ചാറ്. അപ്പൊ ശരിക്കാക്കയാണെങ്കി എന്നെ ചീത്ത പറയണേണ്. "റിൻസി ഇതൊന്നും രാത്രി കഴിക്കല്ലേന്ന്" പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ ഒരു മൂവിക്ക് പോവാന്നിങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഏത് മൂവിക്ക് പോവും? അപ്പൊ ഇറങ്ങിയ 2, 3 മൂവിയൊക്കെ എല്ലാരും ഇപ്പൊ ഞാൻ കണ്ട മൂവി അവള് കണ്ടിട്ടില്ല. അവള് കണ്ട മൂവി ഞങ്ങള് കണ്ടിട്ടില്ല. ഈ ഡിസ്കഷന്റെ ഇടയില് അവള് പോയി ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടന്ന് കൊടുത്തിട്ടാ. അതൊക്കെ കട്ടൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. അപ്പൊ എനിക്ക് ആ കട്ടൻ ചായ കിട്ടിയപ്പോ എനിക്ക് ഹാപ്പി. അങ്ങനെ പിന്നെ വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏത് മൂവിക്ക് പോവും? അപ്പൊ ഞങ്ങള് 2 പേരും കോമൺ ആയിട്ട് കാണാത്ത ഒരു മൂവിക്ക് നമ്മള് ടിക്കറ്റ് നോക്കിയപ്പോ അതിന് ടിക്കറ്റും ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുംന്നാണ് അടുത്തത്. പിന്നെ മക്കള് അറിയാലോ പോണ സമയാവുമ്പളായിരിക്കും കൊറേ കൂടി അറ്റാച്ച്ഡ് ആവണത്. പിന്നീട് പറഞ്ഞു ഇവര് ആൽബം ഇവിടെ ഇണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടോ. എവിടെയെങ്കിലും പോകുമ്പോ അവിടെ ആൽബം ഉണ്ടെങ്കി കാണാനും, എന്റെ വീട്ടില് ആര് വന്നാലും എന്റെ ആൽബം എടുത്ത് കാണിക്കാനും എനിക്ക് വലിയ ഇഷ്ടാണ്. നമ്മളെ ഷാനൂനെ ആൽബം കണ്ടിട്ട് എനിക്ക് അവൾക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല. കാരണം ഈ ആൽബത്തിലുള്ള സെയിം ഷാനു തന്നെയാണ് ഇപ്പളും ഉള്ളത്. എനിക്ക് അവിടെ മുടിക്ക് നല്ല മാറ്റം വന്നു. മുബിന്റെ താടിയും മുടിയാണ് മാറ്റം വന്നേക്കണ. അല്ലാണ്ട് വേറെ മാറ്റമൊന്നും മുബിക്കുമില്ല. പക്ഷെ ഷാനു സെയിം അത് തന്നെ. ആ സുന്ദരിയായിട്ടുള്ളത് ഇപ്പളും നല്ല മാഷാഅള്ളാ നല്ല സുന്ദരിയായിരിക്ക്ണ്ട്. നമ്മളൊരു ആൽബം കാണുമ്പോ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരൂലേ. അപ്പൊ മാളുവാണ് നമുക്ക് ഇതാരാണെന്നറിയോ, അതാരാണെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കാണിച്ച് പരിചയപ്പെടുത്തി തന്നതൊക്കെ. അവര് വെഡ്ഡിങ്ങിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ട്രെയിലറൊക്കെ പോലെ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടായിട്ടാ. പിന്നെ മാളൂസ് നമ്മള് പോണ സമയായിന്ന് അറിഞ്ഞപ്പോ ഓരോന്നൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു മക്കളെ ഇങ്ങനെ ഇതാക്കണായിരുന്നു. ഷാനു മൊത്തത്തിൽ ടയേർഡാണ് ട്ടോ. 2, 3 ദിവസായിട്ട് അവൾക്ക് ഫുള്ള് ഗസ്റ്റും കാര്യങ്ങളും പിന്നെ അവരുടേതായ ഓട്ടപ്പാച്ചിലൊക്കെ കൊണ്ടായിരിക്കും പാവം അവള് ഭയങ്കര ടയേർഡായിരുന്നു. ഇനി ഞങ്ങള് മൂവിക്ക് പോവാന്നുള്ളത് ക്യാൻസൽ ചെയ്ത് ടിക്കറ്റ് നോക്കിയപ്പോ കിട്ടിയില്ല. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പോ 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേട്ടാ. ഇറങ്ങണ സമയമാകുമ്പോ മാളൂസ് ഇങ്ങനെയാണ്. ഇവിടെ വന്ന് പോകുമ്പോഴും അതേറ്റാ. ഇറങ്ങണ സമയമാകുമ്പോ ഇങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. എനിക്കും പണ്ട് ഇങ്ങനെ തന്നെയാണ് ട്ടാ. നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ആരെങ്കിലും വന്നുകൊണ്ടിരിക്കുന്ന വീടാ എൻ്റെ വീട്. ശനി ഞായറൊക്കെ ഫുൾ ആൾക്കാരായിരിക്കും. അപ്പൊ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോണ നേരാകുമ്പോ എനിക്ക് എന്ത് സങ്കടമെന്നറിയോ? ഞാനിപ്പോ മാളും നടക്കണ പോലെ പുറകെ നടക്കും. നാളെ പോവാ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ ഇച്ചിരിയും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. അപ്പൊ പിന്നെ പോണ സമയമായപ്പോ എല്ലാവർക്കും ഉമ്മൊക്കെ കൊടുത്ത് അപ്പൊ ശരിക്കും ആ കളിയാക്കണ്ട് വരി വരിയായിട്ട് നിക്കുന്നു. ശരിക്കും ആ ഉമ്മ കൊടുത്തപ്പോ പറയണേ അതും ഈ താടി എനിക്ക് കുത്തിക്കൊള്ളണം എന്നൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങണ സമയമായപ്പോഴാണ് ഒരു കാര്യം അറിയണം കേട്ടോ, ഷാനുവിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ഞങ്ങളെല്ലാവരും അയ്യോ നാളെയാണ് ബർത്ത്ഡേ എന്നാ നമ്മൾക്ക് പുറത്തു പോയി കേക്കൊക്കെ മുറിക്കുക അങ്ങനെ കുറെയൊക്കെ പ്ലാൻ ചെയ്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2, 3 ദിവസമായിട്ട് അവള് ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കണ്.
അപ്പോൾ മൂവിക്ക് പോണേണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മളെന്തായാലും മൂവി കഴിയുമ്പോൾ സെക്കൻഡ് ഷോ ആണല്ലോ. ആ ടൈമാവും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. പിന്നെ മൊത്തത്തിൽ പ്ലാനൊക്കെ അങ്ങോട്ട് മാറി. അപ്പോൾ ഇവള് താഴെ താമസിക്കണ ഒരു ആൻറ്റി എന്നെ എപ്പളും കാണണോന്നൊക്കെ പറയുംന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മള് സൗണ്ട് ഉണ്ടാക്കാണ്ട് പയ്യെ ഇറങ്ങി ആൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോണേട്ടാ. അപ്പൊ ഷാനു എന്നോട് പറഞ്ഞ്, "ഞാൻ ഫസ്റ്റ് കേറും. നീ എന്റെ ബാക്കിൽ ഇടിച്ച് കയറി വന്നാ മതീന്ന്." ഞാൻ പറഞ്ഞു, "അള്ളാഹു എനിക്കങ്ങനെയൊന്നും അറിയൂലെടീ" എന്ന് പറയണേരുന്നു. ലാസ്റ്റ് പിന്നെ കേറി. ഭയങ്കര സ്നേഹമുള്ള ആൻറ്റിറ്റാ. അപ്പൊ നമ്മള് "എൻ്റെ അമ്മ സൂപ്പറാ, ഷോ കാണുന്ന മുതലേ എന്നെ ഇഷ്ടാണ്. അന്ന് മുതൽ കാണാൻ ആഗ്രഹിക്കണേന്നൊക്കെ" പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഡബിൾ സന്തോഷമായിരുന്നു ഷാൻ്റെ വീട്ടിൽ പോയപ്പോ. ഇറങ്ങണ സമയത്ത് ഈ ആൻറ്റീൻ്റെ സ്നേഹവും കെയറിങ് ഒക്കെ കിട്ടിയപ്പോൾ അങ്ങനെയും കുറെ കൂടി ഹാപ്പിയായി. നമ്മളെ സ്നേഹിക്കുന്നവർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ കൂടി ഒരു ഹാപ്പിനെസ് ആണല്ലോ. അങ്ങനെ അവിടെ നിന്നും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നല്ല നല്ല കമൻസ് ഇടുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.